ഇപ്പോൾ കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കിയിരിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു? യഥാർത്ഥത്തിൽ നവകേരള സർവേ ആണെന്ന് വരികിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആദ്യത്തെ മാസമോ ആദ്യത്തെ വർഷത്തിലോ നടത്തേണ്ടതാണ്. ഈ ഗവൺമെന്റ്, പിണറായി വിജയൻ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് 10 കൊല്ലം തികയാൻ പോവുകയാണ്. എന്നിട്ടൊരു സർവേ എന്ന് പറയുന്നത് സ്വാഭാവികമായും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ പെരുമാറ്റച്ചട്ടം വരാനായിട്ട് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന്റെ മൂർധന്യത്തിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് സർവേ നടത്തുന്നത് എന്തിനാ? രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ്. രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയെ എങ്ങനെ ഒരു കോടതിക്കും അംഗീകരിക്കാൻ കഴിയുമോ? കോടതി നീതിന്യായ പൂർവം നടത്തി എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് ഈ തെറ്റായ പ്രവർത്തനത്തിന് കിട്ടിയ നേരിട്ടുള്ള തിരിച്ചടി സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റ് താൻ സ്വയമായി മേടിച്ചെടുത്തതാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചതിന്. നവകേരള സർവേയിലാണ് സർക്കാരിന് ഇപ്പോൾ കനത്ത തിരിച്ചടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടിരിക്കുന്നത്. ഹൈക്കോടതി നവകേരള സർവേ റദ്ദാക്കി. സർവേ നിയമവിരുദ്ധം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി നടപടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.